കേരളത്തിലെ 65% മണ്ണിനവും ലാറ്ററൈറ്റ് ആണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈസേഷനു കാരണമായി വരുന്നത് ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ്. ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ. കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി എന്നിവ. കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്നവ റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി എന്നിവ. അടുത്തത് ചെമ്മണ്ണ്. കേരളത്തിൽ ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ തെക്കുഭാഗത്താണ്. ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്നത് കുന്നിൻ ചരിവുകളിലാണ്. കേരളത്തിൽ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ നാളികേരം, മരിച്ചിനി, അടയ്ക്ക മുതലായവ. കേരളത്തിൽ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ നാളികേരം, മരിച്ചിനി, അടയ്ക്ക മുതലായവ. ചെമ്മണ്ണിന് നിറം ലഭിക്കാൻ കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. നോക്കാൻ പോകുന്നത് തീരദേശ എക്കൽ മണ്ണാണ്. തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് തീരപ്രദേശങ്ങളിലാണ്. തീരദേശ എക്കൽ മണ്ണിൻ്റെ പ്രത്യേകതകൾ: ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഫലഭൂഷ്ടികൂറുമാണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. ഇനി നോക്കാം നദീതട എക്കൽ മണ്ണ്. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ്. കൊല്ലത്താണ് നദീതട എക്കൽ മണ്ണ് സാന്നിധ്യമുള്ളത്. നദീതട എക്കൽ മണ്ണിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകതകൾ ഫലഭൂയിഷ്ഠവും ജലത്തെ തങ്ങി നിർത്താനുള്ള കഴിവുമാണ്. അപ്പോൾ നദീതട എക്കൽ മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഫലഭൂയിഷ്ഠിയുള്ളതും ജലത്തെ തങ്ങി നിർത്താൻ കഴിവുള്ളതുമാണ്. നദീതട എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ നെല്ല്, മരിച്ചിനി, അടയ്ക്ക. നദീതട എക്കൽ മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? നെല്ല്, മരിച്ചിനി, അടയ്ക്ക. ഇനി നമുക്ക് ഓണാട്ടുകര എക്കൽ മണ്ണ് നോക്കാം. ഓണാട്ടുകര എക്കൽ മണ്ണിൽ പ്രധാനമായും കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ. ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ എന്നിവിടങ്ങളിലാണ്. ഓണാട്ടുകര എക്കൽ മണ്ണ് രൂപപ്പെടുന്നതിനുള്ള കാരണം കടൽ വസ്തുക്കളുടെ നിക്ഷേപം. കടൽ വസ്തുക്കളുടെ നിക്ഷേപം കാരണമാണ് ഓണാട്ടുകര എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ഇനി ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ നാളികേരം, നെല്ല്, മരിച്ചിനി. കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങൾ നാളികേരം, നെല്ല്, മരിച്ചിനി. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്